കൊല്ലം കണ്ണനല്ലൂർ ജംഗ്ഷനിലെ റോഡിന് വീതികൂട്ടൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കെട്ടിടങ്ങൾ 3 മാസമായി പൊളിച്ചു തുടങ്ങിയിട്ട്. എങ്കിലും മന്ദഗതിയിലാണ് കെട്ടിടങ്ങൾ പൊളിക്കുന്ന ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 വർഷം മുൻപാണ് കണ്ണനല്ലൂർ ജംഗ്ഷനിലെ റോഡിന് വീതി കൂട്ടുന്ന വികസനത്തിനായി കല്ലിടിയിൽ നടന്നത്. പണികൾ മന്ദഗതിയിൽ നടക്കുന്നതിനാൽ കണ്ണനല്ലൂരിലെ വ്യാപാരികൾക്കാണ് പൊതുവെ ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണനല്ലൂർ ജംഗ്ഷൻ വികസനം കഴിഞ്ഞ 4 വർഷം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മിനിസ്റ്റർ മേഴ്സിക്കുട്ടി അമ്മയുടെ സ്വപ്ന പദ്ധതിയായിട്ട് തുടങ്ങി വെച്ചതാണ്. പക്ഷേ വ്യാപാരികളുമായി ചില തർക്കങ്ങളുടെ ഭാഗമായി 20 മീറ്റർ എന്നുള്ളത് മിനിസ്റ്റർ ആവശ്യപ്പെട്ടപ്പോൾ 18 മീറ്റർ ചെയ്യണമെന്ന് വ്യാപാരികൾ പറയുകയും അതിന്റെ ഒരു ചെറിയ കാലതാമസം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ കിഫ്ബി 32 കോടി അനുവദിച്ചു കൊടുക്കുകയും കൂടെ 4 കോടിയും കൂടെ കൊടുത്ത് 36 കോടിയുടെ പദ്ധതിയാണ് ഇപ്പം നടക്കുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പൊളിപ്പ് തന്നെ വളരെ മോശമായി, അതായത് വളരെ വൈകിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യം പോകുന്നത്. ഏകദേശം ഇപ്പം പൊളിപ്പ് തന്നെ തുടങ്ങിയിട്ട് 3 മാസത്തോളം കഴിഞ്ഞു. ഈ 3 മാസത്തോളം കഴിഞ്ഞിട്ടും വളരെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇനി പുനർനിർമ്മാണത്തിനുള്ള ഫണ്ട് വേണം, അത് വകയിരുത്തിക്കൊണ്ട് പുനർനിർമ്മാണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ട സമയമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടുത്തെ വ്യാപാരികളും പൊതുജനങ്ങളും ഉൾപ്പെടെ വളരെ മോശാവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ജംഗ്ഷൻ വികസനം ഇനിയും കാലതാമസം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യാപാരികൾ ഉൾപ്പെടെ പൊതുസമൂഹം ഒരു സമരപരിപാടിയായിട്ട് തന്നെ മുമ്പോട്ട് പോകേണ്ടതായിട്ടൊരു അവസ്ഥയിലാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇടപെട്ട് കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകണം എന്നറിയിക്കും. കുണ്ടറയിലെ മുൻ എംഎൽഎയും മിനിസ്റ്ററുമായിരുന്ന ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ റോഡിന് ഫുട്പാത്ത് ഉൾപ്പെടെ 20 മീറ്റർ വേണമെന്ന രീതിയിൽ പ്ലാൻ ചെയ്തെങ്കിലും കാലതാമസം നേരിട്ടു. പിന്നീട് വ്യാപാരി വ്യവസായികളുമായിട്ട് ചർച്ചയിൽ പദ്ധതി 18 മീറ്ററായി ഉറപ്പിക്കുകയും ഇപ്പോഴത്തെ വിഷ്ണുനാഥ് എംഎൽഎ സംസാരിച്ച് പണികൾ തുടങ്ങി വെക്കുകയാണ് ഉണ്ടായത്. മന്ദഗതിയിൽ നടക്കുന്ന പണികൾ ഇനിയും കാലതാമസം നേരിടാതെ പെട്ടെന്ന് ചെയ്തു തീർക്കണമെന്നാണ് വ്യാപാരികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്.